ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവെളിച്ചത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിലയുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടണം. നമ്മളൊക്കെ വിലയുള്ളവരായി മാറാൻ, സൽപ്പേരും വിലയുമൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി നമ്മൾ കഷ്ടപ്പെടണം. പക്ഷേ ഈ വില പോകാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, നാളുകൾ കൊണ്ടുണ്ടാക്കിയ വിലയും സൽപ്പേരുമൊക്കെ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധരായിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ വില കളയുന്ന ഒരു 10 കാര്യങ്ങളെക്കുറിച്ചാണ് വചന വെളിച്ചത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം വചനം പഠിപ്പിക്കുന്നുണ്ട്. നല്ല കൂട്ടുകെട്ട് നിന്റെയും വില കൂട്ടും. നല്ലവരുമായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ട് അത് നമ്മുടെയും കൂടെ വില നിലവാരം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൂട്ടുകാരാരാന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ഞാൻ പറയാം. നല്ല കൂട്ടുകാരാണെങ്കിൽ നീ വിലയുള്ളവനാണ്. നിലവാരമില്ലാത്തവരാണ് നിന്റെ കൂട്ടുകാരെങ്കിൽ നിനക്കും നിലവാരമില്ല എന്നുള്ളത് ഈ വിശുദ്ധൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. പ്രഭാഷകൻ 6:36 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നീ അവനെ സന്ദർശിച്ച് അവൻ്റെ പടിവാതിൽ കയറി നിന്റെ ചെരുപ്പ് തേയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ട് വളരെ നല്ലതാണ് എന്നുള്ളത് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കാം. പ്രഭാഷകൻ 6:14 മുതൽ വായിച്ചാലോ, വിശ്വസ്ത സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. വിശ്വസ്ത സ്നേഹിതൻ ആരെങ്കിലും അല്ല, ഏതെങ്കിലും രീതിയിലുള്ള കൂട്ടുകാരല്ല, വിശ്വസ്ത സ്നേഹിതൻ. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വസ്ത സ്നേഹിതൻ ഒരു ജീവാമൃതമാണ്. ജീവാമൃതം. അപ്പോൾ അതിൻ്റെ വില എത്ര വലുതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, തെറ്റായ കൂട്ടുകെട്ട് എവിടെ നമ്മളെ കൊണ്ട് എത്തിക്കും. തെറ്റായ കൂട്ടുകെട്ട് നമ്മുടെ ഉള്ള വിലയും കൂടെ കളയും. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. പ്രഭാഷകൻ 16:6 വായിച്ചാൽ, പാപികൾ സംഘം ചേർന്നാൽ അഗ്നി ജ്വലിക്കും. അവിടെ എന്തെല്ലാം നാശം സംഭവിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് നമുക്കും. പാപികൾ സംഘം ചേരുമ്പോൾ പ്രഭാഷകൻ 13:1 വായിച്ചാൽ, അഹങ്കാരികളോട് കൂട്ടുകൂടിയാൽ നീയും അഹങ്കാരിയായി മാറും. അങ്ങനെ ഇന്ന് കൂട്ടുകെട്ട് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് ഒരു കൂട്ടം അഹങ്കാരികൾ ഇങ്ങനെ ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്നത്, ഒന്നിച്ച് പ്ലാനിങ് നടത്തുന്നത്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 42:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വസ്ത്രത്തിൽ നിന്ന് കീടം എന്നതുപോലെ പാപിയിൽ നിന്ന് പാപം വമിക്കും. പാപികളുമായിട്ടാണ് നമ്മൾ കൂട്ടുകൂടുന്നത് എങ്കിൽ എന്ത് സംഭവിക്കാം എന്നുള്ളതാണ്. വസ്ത്രത്തിൽ നിന്ന് കീടം വമിക്കുന്നത് പോലെ പാപികളിൽ നിന്ന്, ഒരു സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം, ആരുമാകട്ടെ, പാപജീവിതം നയിക്കുന്നവരിൽ നിന്ന് പാപം നമ്മളിലേക്ക് വമിക്കും. 2 ദിനവൃത്താന്തം 19:2 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മികളെ സ്നേഹിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരുമായിട്ട് ബന്ധം കൂടുകയും ചെയ്യുന്നവരെ കുറിച്ച്, അതുമൂലം വരാവുന്നത് വലിയ നാശമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 മക്കബായർ 6:18 മുതൽ വായിക്കുമ്പോൾ, അധർമ്മികളായ കുറെ ഇസ്രായേലിയർ യൂദാസ് മക്കബേസിനെതിരെ അവര് സംഘം ചേർന്ന് പ്ലാനിങ് നടത്തുന്നതും അതുമൂലം അവർക്കുണ്ടായ നാശത്തെക്കുറിച്ചൊക്കെ 1 മക്കബായർ 6:18 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കിനി നമ്മുടെ വിലയിടിക്കുന്ന, നമ്മളെ വിലയില്ലാത്തവരാക്കി മാറ്റുന്ന ആ ഒരു 10 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ദുഷിച്ച മനസ്സും അലക്ഷ്യഭാവവും. ഈ നമ്മുടെ മനസ്സും നമ്മുടെ ബാഹ്യഭാവം, അലക്ഷ്യമായിട്ടുള്ള ബാഹ്യഭാവം, അതൊക്കെ നമ്മുടെ വിലയിടിക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 27:19, നിന്റെ മനസ്സ് നിന്നെ തന്നെ വെളിപ്പെടുത്തും. മനസ്സ് വളർന്നതല്ലെങ്കിൽ, മനസ്സ് ദുഷിച്ചതാണെങ്കിൽ അത് നമ്മളെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറും. അതുപോലെ തന്നെ പ്രഭാഷകൻ 19:29-30 വായിച്ചാൽ, ബാഹ്യഭാവം കണ്ടാൽ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അവിടെ പറയുകയാണ്, നിന്റെ വേഷം, നിന്റെ ചിരി, നിന്റെ നടപ്പ്, ഇതൊക്കെ നിന്റെ സത്വം വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അലക്ഷ്യമായിട്ടുള്ള ബാഹ്യഭാവം നമ്മുടെ വിലയിടിക്കും എന്നുള്ളതല്ലേ അതിൻ്റെ സൂചന. രണ്ടാമത്തെ കാര്യം, മനുഷ്യരെ പിടിക്കാൻ വേണ്ടി, മനുഷ്യരിൽ നിന്ന് പ്രശംസയും അംഗീകാരവും കിട്ടാൻ വേണ്ടി ദൈവത്തെ വിടുന്നത് നമ്മുടെ വിലയിടിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യരെ വിട്ടിട്ട് പോലും ദൈവത്തെ പിടിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. ജോൺ ഡോളർ, നല്ല ഭക്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യമാണ്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ പിടിക്കുന്നതാണ്. ഒരു ഭിക്ഷക്കാരിൽ നിന്നും അദ്ദേഹം പഠിച്ച ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ നേരെ വിപരീതം നമുക്ക് വേണം ചെയ്യാം. മനുഷ്യർക്ക് വേണ്ടി ദൈവത്തെ വിടുന്നത്, മനുഷ്യപ്രീതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ അംഗീകാരം നഷ്ടമാക്കുന്നത്, അത് നമ്മുടെ വിലയിടിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. ജെറമ്യ 17:5-7 വായിച്ചാൽ, മനുഷ്യരിലാണ് ആശ്രയമെങ്കിൽ നീ ശപിക്കപ്പെട്ടവൻ, ദൈവത്തിലാണ് നിന്റെ ആശ്രയമെങ്കിൽ
നീ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ജഡസുഖത്തിന് വേണ്ടി ആത്മനാശം വരുത്തുന്നത് നമ്മുടെ വില കളയുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട് മത്തായി 16:26 പറഞ്ഞിരിക്കുന്നത്, നീ എന്തെല്ലാം നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നീ എന്ത് നേടി? കുറച്ച് ജഡസുഖം കിട്ടാൻ വേണ്ടി നമ്മുടെ ആത്മരക്ഷ വിസ്മരിക്കുന്നത് ഒരിക്കലും നമ്മളെ വിലയുള്ളവരാക്കത്തില്ല, നിലവാരമില്ലാത്തവരാക്കി നമ്മളെ മാറ്റും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഗലാത്യർ 5:16 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡമോഹത്തെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, കാരണം ജഡമോഹം ആത്മാവിന് എതിരാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മനാശം സംഭവിക്കും. നാലാമത്തെ കാര്യമാണ്, മറ്റുള്ളവരെ പരിഹസിച്ചും താഴ്ത്തിക്കെട്ടിയും ഒരാത്മവിശ്വാസം സംഭരിക്കുക. ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്തുമ്പോൾ ഇവരുടെ വ്യക്തിത്വം ഇച്ചിലൂടെ ഉയർന്നു വരും എന്നുള്ള ആ ഒരു തെറ്റായ ബോധ്യം. ഇത് ചിലര് അകാരണമായിട്ട് അല്ലെങ്കിൽ വളരെ സ്മാർട്ടാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ മറ്റുള്ളവരെ അടിച്ചിരുത്തുക, എന്നിട്ട് അവരുടെ വ്യക്തിത്വം ഉയർത്തി നിർത്താനുള്ള ആ ഒരു പരിശ്രമം. യെശയ്യാ 47:10 വായിച്ചാൽ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്രൂരതയിൽ ആശ്വാസം കണ്ടെത്തുന്ന ചില വ്യക്തികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും. ഇവര് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലുള്ള പ്രവൃത്തിയാണ് നടത്തുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അഞ്ചാമത്തെ കാര്യം, അന്യരെ മുറിപ്പെടുത്തി സുഖിക്കുന്നത് നമ്മുടെ വില കളയുന്ന കാര്യമാണ്. ശരിക്കും കർത്താവ് ചെയ്തത് സ്വയം മുറിവേറ്റെടുത്ത് അല്ലെങ്കിൽ അവൻ്റെ മുറിവിനാൽ നമ്മളെ സുഖപ്പെടുത്താൻ തയ്യാറായി. ആ ഒരു സ്വഭാവമാണ് ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. ചിലര് വാ തുറന്ന മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള, എന്നിട്ട് അതിനകത്തൊരു സന്തോഷം കണ്ടെത്തി മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ. ആറാമത്തേതാണ് നന്ദികേടും സ്വാർത്ഥതയും. സങ്കീർത്തനം 103 ഒന്നാമത്തെ വചനം പറയുന്നുണ്ട്, കർത്താവ് ചെയ്ത നന്മകൾ മറക്കരുത്, ദൈവത്തിന് നന്ദി പറയണം. അതുപോലെ യാക്കോബ് 3:16, സ്വാർത്ഥത എവിടെയുണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ക്രമക്കേടുകളും മുളയെടുക്കും എന്നുള്ളത് വചനം പഠിപ്പിക്കുക. ഏഴാമത്തെ കാര്യമാണ് അന്ധമായ അഹംഭാവം, അഹങ്കാരം. ചിലർ വിചാരിക്കുന്നത് അഹങ്കാരത്തിൽ നിന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വിലയുണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ അവരുടെ വില ഇടിച്ചു കളയുക. നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 29:23, അഹങ്കാരി നിലംപതിക്കും, വിനീതനാണ് ബഹുമതി ഉണ്ടാവുക. എട്ടാമത്തെ കാര്യമാണ് അപവാദം. ഇനി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ചിലർക്ക് ഈ അപവാദം പറയാനായിട്ടും അപവാദം കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇനി അങ്ങനെയുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞിരിക്കും, ഇനി അവരതിന് ഇരയായി മാറും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 28:13 മുതൽ വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയുണ്ട്. ഇനി ഒമ്പതാമത്തെ കാര്യമാണ് തെറ്റ് സമ്മതിക്കാതിരിക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് പറ്റിയാലും തെറ്റ് സമ്മതിക്കത്തില്ല. എങ്ങനെയെങ്കിലും അവരാണ് കറക്റ്റ് എന്നുള്ളത്, അല്ലെ അവരുടെ തെറ്റ് മൂടി വെക്കാൻ വേണ്ടി വളരെ സ്മാർട്ടായിട്ട് പ്രവർത്തിക്കുന്നവർ. പ്രഭാഷകൻ 20:3 പറയുന്നുണ്ട്, കുറ്റം സമ്മതിക്കുന്നവർക്ക് ശിക്ഷ ഇളച്ചു കിട്ടും. അവസാനത്തേതാണ് വിശ്വാസവഞ്ചന. പ്രഭാഷകൻ 27:21 പറഞ്ഞിട്ടുണ്ട്, വിശ്വാസവഞ്ചന കാണിക്കുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. ഈ 10 കാര്യങ്ങൾ നമ്മുടെ വിലയിടിക്കുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.